ഇന്നലെ രാത്രി ഈ ആന ഇറങ്ങിയതിനെ തുടർന്ന് ഇവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിരുന്നു. ആനയെ ഓടിച്ചുവിടാൻ പടക്കം പൊട്ടിച്ചിരുന്നു. പക്ഷേ മറ്റൊരു ഭാഗത്ത് ആ സമയത്ത് തന്നെ ഈ ആന ഈ കിണറ്റിൽ പെടുകയായിരുന്നു. കിണർ അധികം ആഴമില്ലാത്തതായതിനാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. എന്തായാലും ആനയെ കരയ്ക്ക് കയറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നതാണ് അവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അനീഷ് കുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അനീഷ്, ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്നത് ഇപ്പോൾ സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ വെള്ളം കിട്ടാതെ ആയി തുടങ്ങിയിട്ടുണ്ടാകും, വെള്ളം തേടിയൊക്കെ ഇറങ്ങുന്നതാവും. പക്ഷെ ഇപ്പോൾ ജിനേഷൊക്കെ പറയുന്നത് ആ ഭാഗത്ത് സ്ഥിരം ആന വരുന്നുണ്ട്, ഇത് തടയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അതിനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു സമയത്താണ് ഈ മേഖലയൊക്കെ എത്രത്തോളം ഇങ്ങനെ കാട്ടാന ഉൾപ്പെടെ ഇറങ്ങുന്ന മേഖലയാണ്? ഈ ഒരു സ്ഥലം, പുരയിടത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ശ്രീജ, എന്തായാലും ഈ വേനൽക്കാലം എത്താൻ പോകുന്നു. ഏതാണ്ട് ഫെബ്രുവരിയോട് അടുക്കുന്നു. ഇനിയിപ്പോൾ വലിയ ചൂടിലേക്ക് സംസ്ഥാനം നീളുന്ന ഒരു സാഹചര്യമാണ്. കാടുകളിലും ഈ രീതിയിൽ തന്നെയുള്ള വലിയ താപനിലയിൽ വർധനവുണ്ടാകും. അതുകൊണ്ട് തന്നെ ജലാശയങ്ങളൊക്കെ പൂർണ്ണമായും വറ്റിക്കഴിയുമ്പോൾ ഈ വെള്ളം തേടിയും ഭക്ഷണം തേടിയും ഒക്കെ ആനകളും മറ്റു വന്യജീവികളും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു കാലം കൂടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷവുമൊക്കെ ഈ മാസങ്ങളിൽ വലിയ വന്യജീവി ശല്യമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിട്ടത്. പ്രത്യേകിച്ചും വയനാട് പോലുള്ള ഇടങ്ങളിൽ, ഇടുക്കി പോലുള്ള ഇടങ്ങളിലൊക്കെ നിരവധി സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അടുത്ത കാലത്തും വിവിധ ഇടങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കാട്ടാനക്കൂട്ടവും മറ്റുമൊക്കെ എത്തുന്ന നിരവധി സംഭവങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. നേരത്തെ പഞ്ചായത്ത് മെമ്പർ തന്നെ പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ ഈ അടുത്ത കാലത്തായി വലിയ കൂട്ടമായി ആനകൾ ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ചും വെള്ളം കുടിക്കാനായാണ് പലപ്പോഴും ഈ ആനകൾ എത്തുന്നത്. അവ ജനവാസ കേന്ദ്രങ്ങളിൽ അടുത്തും ജനവാസ കേന്ദ്രങ്ങളുമൊക്കെ ഈ കുടിക്കാൻ പര്യാപ്തമായ കുളങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കിണറുകളോ മറ്റൊക്കെ പലപ്പോഴും കണ്ടെത്തുന്ന സാഹചര്യമുണ്ട്. നാട്ടുകാർക്ക് വലിയ ശല്യമാണ്, വലിയ തലവേദനയാണ് ഈ കാട്ടാനക്കൂട്ടങ്ങൾ സൃഷ്ടിക്കുന്നതും. മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പടക്കം പൊട്ടിച്ചും മറ്റുമൊക്കെയാണ് പലപ്പോഴും ഈ ആനകളെ തുരത്താൻ നാട്ടുകാർ സ്വന്തം നിലയിലുള്ള ശ്രമങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്നു. അത്തരം ഒരു ശ്രമത്തിനിടയിലാവാം ഈ ആന ഈ കുളത്തിലേക്ക് അല്ലെങ്കിൽ ഈ കിണറ്റിലേക്ക് വീണത് എന്ന് തന്നെയാണ് മെമ്പറും നേരത്തെ വ്യക്തമാക്കിയത്. ഒരുപക്ഷെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ ഈ പ്രദേശത്ത് സ്ഥിരമായി എത്തുന്ന 2 ആനകൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അതിൽ ഒരു ആനയാവണം വീണത് എന്ന ഒരു നിഗമനത്തിലേക്കും ഒരുപക്ഷെ എത്തേണ്ടി വരും. എന്തായാലും വലിയ താഴ്ചയില്ലാത്ത ഒരു കിണറാണ് എന്നാണ് പ്രദേശവാസികൾ തന്നെ പറയുന്നത്. അതുകൊണ്ട് പല രീതിയിലും ആനയെ പുറത്തെത്തിക്കാൻ കഴിയും. കാരണം ഈ ഒരു വീടിനോട് ചേർന്നുള്ള കിണറല്ലാത്തതുകൊണ്ട് തന്നെ, വലിയ ആഴത്തിലുള്ള ഒരു കിണറല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു വശം ഇടിച്ച് മാറ്റിയാൽ ഈ JCB മറ്റും ഒക്കെ ഉപയോഗിച്ച് അവിടുത്തെ മണ്ണ് നീക്കി ആ പ്രദേശം ഒന്ന് നേരെയാക്കി കൊടുത്താൽ ആനയ്ക്ക് തിരിച്ചു പോരാൻ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. പക്ഷെ അങ്ങനെ എത്തുമ്പോഴും ജനക്കൂട്ടവും ആളുകളും മറ്റൊക്കെ എത്തുമ്പോൾ ആന ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് മയക്കുവെടി വെച്ച് ഈ കുങ്കിയാനകളുടെയൊക്കെ സഹായത്തോടെ കൊണ്ടുപോകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പദ്ധതി വനംവകുപ്പ് ആവിഷ്കരിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. എന്തായാലും ഈ മയക്കുവെടി മറ്റും വെക്കുന്നതിനുള്ള ഒരു അനുമതിയൊന്നും വളരെ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് നമുക്കറിയുന്നത്. എന്താന്ന് വെച്ചാൽ ഇത് ജനവാസ കേന്ദ്രത്തിൽ അങ്ങനെ നാശം വിതയ്ക്കുകയോ മനുഷ്യജീവനോ മറ്റുമൊക്കെ ദോഷം വരുത്തുന്ന ഒരു പ്രവൃത്തിയൊന്നും ഈ ആനയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കുങ്കിയാനയെ കൊണ്ടുവന്ന് ആനയെ തളച്ച് പുറത്തേക്ക് മാറ്റുന്നുള്ള ഒരു നീക്കമാകും ഒരുപക്ഷെ അധികൃതരുടെ ഭാഗത്തൊന്നും ഉണ്ടാവുക. അതിനുള്ള ശ്രമങ്ങളാവും ഉണ്ടാവുക. പഞ്ചായത്ത് മെമ്പർ തന്നെ പറഞ്ഞ വാക്കുകൾ അനുസരിച്ച് നിലവിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടില്ല. എന്ത് മാർഗം ഇവിടെ പ്രയോഗിക്കണം എന്ന കാര്യത്തിൽ വനംവകുപ്പ് വൈകാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തും. ചെയ്യാം. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൂരാങ്കല്ല് സണ്ണി എന്നയാളുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് ഇന്നലെ രാത്രി കാട്ടാന വീണത്. ഈ ഭാഗത്ത് ഊർക്കാട്ടേരി ഭാഗത്ത് സ്ഥിരം കാട്ടാന ഇറങ്ങുന്നുണ്ട്. നാട്ടുകാർ ഈ വിഷയത്തിൽ പരാതിയുമായി അധികൃതരെയൊക്കെ സമീപിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ രാത്രി ഈ കൃഷിയിടത്തിൽ കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അധികം ആഴമില്ലാത്തൊരു കിണറാണ്, ആ കിണറ്റിലേക്ക് ഈ കാട്ടാന വീണത്. വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ രക്ഷാപ്രവർത്തനം നടത്താമെന്ന് പറയുമ്പോഴും നാട്ടുകാർക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. ഈ ആനയെ അവിടെ നിന്ന് കയറ്റി വിട്ടാലും വീണ്ടും ഇത് തിരിച്ചെത്തും എന്ന രീതിയിലൊക്കെ ഭീതിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു നടപടി, ആ ആശങ്ക പരിഹരിക്കുന്ന രീതിയിലുള്ളൊരു നടപടിയാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെടുന്നത്. രക്ഷാപ്രവർത്തനത്തിലേക്ക് കാര്യമായി കടക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം
വനം വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട അനുമതികളും കാര്യങ്ങളും ഒക്കെ കിട്ടണം. ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ചുകൂടി നേരം വെളുത്താലായിരിക്കും രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് ഊർജിതമായി കടക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും കഴിയുന്നത്.